അല്ല നീ എന്താ ചന്ദ്രനിൽ പോവാൻ പോണ? അത് സൈക്കിളിൽ നിന്നൊന്ന് വീണതാ. അത് ശരി. ഇതെന്താ കയ്യില് പറ്റിയത്? അത് 4 ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒന്ന് വീണതാ. പരിക്കാൻ തേച്ച് ബിൽഡിംഗ് തീർന്ന അറിഞ്ഞില്ല. കാല് വഴുതി താഴേക്ക് പോയി. അയ്യോ, ചാവണ്ടതായിരുന്നു. നല്ല കാലത്തിന് ഇത്രേ പറ്റുള്ളൂ. യവന് നല്ല കാലം തന്നെയാണ് രമേശ. അല്ലെങ്കിൽ പിന്നെ 10-50 അടി ഉയരമുള്ള മരത്തിൽ നിന്ന് തലയും കുത്തി താഴെ വീണത് കുളത്തിലെ വെള്ളത്തിലേക്കല്ലയോ? ആ വീഴ്ച കരയിലേക്കായിരുന്നെങ്കിലും ഒത്താവിട് പൊടിയായേനെ. വെള്ളത്തിലേക്കോ? ഞാനോ? രാഘവൻ പിച്ചു പേയും പറയണ. ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വൈര്യമായിട്ട് കുളിക്കാൻ പറ്റില്ലെന്ന് എന്ത് ചെയ്യും? അതിന് കോമളെടുത്ത് ബാത്റൂമിലല്ലേ കുളിക്കുന്നത്, കുളത്തിലല്ലോ. നിന്നോടെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വാടാ. അല്ല, എങ്ങോട്ടാ രാഘവൻ ഈ കൊലയും തൂക്കി പിടിച്ചോണ്ട്? കുളക്കടവിലേക്ക് കുളി കാണാൻ. ഞാൻ വിചാരിച്ചു കോമളയെടുത്തിന്റെ വീട്ടിലേക്കായി. നീ വാടാ. ചെല്ലടാ. പഴം പോയി. വേഗം വാടാ. ആള് കുള്ളനാണെങ്കിലും അടിപൊളി. നിന്റെ കാശുണ്ടോ കുറച്ച് കടം തരാനായിട്ട്? ആശുപത്രി കടം പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഉണ്ടെങ്കിൽ ഒരു 100 റുപ്യ താടാ. 100 റുപ്യ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി സ്വർണം പൂശേനെ. കണ്ടില്ലേ, ഒക്കെ മങ്ങി തുടങ്ങി. സമയം എത്ര ആയിട്ടുണ്ട്? ഒരു 8 ആയിട്ടുണ്ടോ? അയ്യോ, കുളി കഴിഞ്ഞിട്ടുണ്ടാവും. പങ്കജവലി ലീവിന് വന്നിട്ടുണ്ട്. ഇതെന്താ രമേശ, കഴുത്തിലൊരു കുടുക്ക്? വീണതാ. സൈക്കിളിന്റെ ബ്രേക്ക് ഒന്ന് പോയി. നീ ആരെ ഈ നോക്കണത്? ഒന്നുമില്ല. ആ കുട്ടിയോട് അമ്മയുടെ. ഏത് കുട്ടി? അല്ല, നിങ്ങളുടെ മീനാക്ഷി. അവൾ ഇന്നലെ പോയി. അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. 2 മാസം കഴിഞ്ഞിട്ട് പോളൂന്നൊക്കെ പറഞ്ഞിട്ട് ഏതച്ഛനാ കൂട്ടിക്കൊണ്ടുപോയത്? ഏതച്ഛനെന്നോ? അവൾക്കൊരച്ഛനേ ഉള്ളൂ, ആ കള്ളുടിയ മാധവൻ. നീ കണ്ടിട്ടുണ്ടാവൂലോ. ഞാനോ? അവനല്ലേ ഇന്നലെ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കിയത്? ആര് പറഞ്ഞു? എനിക്കറിയാം. ഞാൻ പോവാ. രമേശ് അവിടെ നിൽക്ക്. നീ നല്ല കുട്ടിയാ. നല്ല കുട്ടികൾ നല്ല ശീലത്തിൽ വളരണം. ബുദ്ധിമോശം കാട്ടി ചീത്തപ്പേരുണ്ടാക്കരുത്. നീ എന്ത് വർത്താനായി പറയണത്? വിവരക്കേട്. അവളുടെ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അവളെ നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ്. റിസ്ക് അല്ല, ബന്ന്. എടാ, അങ്ങനെ അവിടെ പോയാല് തല്ലുകൊണ്ട് പുറം പൊളിയൂന്ന്. ഇവിടെ വന്ന് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കണമെങ്കിൽ അവളെ തന്ത ചില്ലറക്കാരനല്ല, നോട്ട്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. എന്നാ പോയി കാണ്. എടാ, എങ്ങനെ കാണാൻ പറ്റുന്ന നീ പറയണത്? നമുക്ക് 2 ആൾക്കും കൂടി പോവാന്നേ. എന്നിട്ട് വേണം ബാക്കിയുള്ള കൈയും കാലും ഒടിഞ്ഞ് വല്ല മുക്കിലും മുലലും കിടക്കാൻ. ഇപ്പൊ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട്. അതില്ലാതാക്കല്ലേ രമേശ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ എന്റെ കൂടെ ഒന്ന് വരണം. നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ? ഒന്ന് കാണാനാടാ. അത്രക്ക് ഇഷ്ടാ നിനക്ക് അവളെ? അവൾക്കോ? നീ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. എന്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാം. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ചില പ്രാഥമിക അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. പ്രാഥമിക എന്ത്? മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടടാ രമേശ. അല്ലാതെ പോയാലേ നമ്മൾ നാട് കണ്ടെന്ന് വരൂല. എനിക്ക് സന്തോഷാടാ ശങ്കരു. അയ്യോ, ആഹാ, എന്താ പോയതട്ടാ? പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ? കൂടോത്രം ഒന്നും അല്ലടോ. 3-4 ദിവസമായിട്ട് അവളുടെ ഒറ്റ നിപ്പാ. മൃഗഡോക്ടർ പറഞ്ഞത് വിശപ്പില്ലെന്ന്. ആർക്ക്? അമ്മിണിയമ്മയ്ക്കോ? അമ്മിണിയമ്മ എന്തിനാടോ മൃഗഡോക്ടറെ കാണിക്കുന്നത്? അല്ല, ചില്ലറ അസുഖങ്ങൾക്ക് മൃഗഡോക്ടർ നോക്കൊക്കെ ചെയ്യും. ഇന്നാളൊരു ദിവസം എനിക്ക് ദഹനക്കേട് വന്നപ്പോ ഡോക്ടർ പിഷാരടിയല്ലേ കണ്ടത്. ഈ പിഷാരടി ആരാ? നല്ല 1-ാം തരം മൃഗഡോക്ടർ അല്ലേ? അതെ, തനിക്കൊക്കെ പശു. ഇത് പശുവിനാടോ. അത് പുല്ലും തിന്നുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. അതിന് വിശപ്പുണ്ടാകാനുള്ള മരുന്നായത്. അങ്ങനെ. അപ്പൊ ഒരു പകരം സിഗരറ്റ് ചെന്നേ. ബീഡി വല നിർത്തിയിട്ട് ഇപ്പൊ സിഗരറ്റ് ആക്കിയോ? ഒന്ന് ഗമേലായിക്കോട്ടെന്ന് നമ്മുടെ മുതലാളി എത്തുവന്നേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ എപ്പോഴാ വരിക എന്ന് പറയാനൊക്കത്തില്ല. അല്ല, എണ്ണ പതിപോലെ കുറവുണ്ട്. അല്ല, നമ്മുടെ മുതലാളി വരുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഗോവിന്ദേട്ടാ, എന്താണോ പച്ചോന്ത നിന്റെ കൈക്കെന്ത് പറ്റി? ഒരു പഴത്തൊലിമ ചവിട്ടിയതാ. അത് നന്നായി. കുറച്ച് ഗോമൂത്രം വേണമായിരുന്നു. എന്തിനാ നിനക്കിപ്പോ ഗോമൂത്രം? കുടിക്കാനാ. പോയി അതും കുടിച്ചു തുടങ്ങിയോ നീ? എനിക്കല്ല, അമ്മുമ്മക്ക മരുന്നിനാ. എന്തു പറ്റി അമ്മൂമ്മക്ക്? കടവയറ്റിലൊരു നീർക്കെട്ടെ. അപ്പൊ വൈദ്യര് പറഞ്ഞ് ഗോമൂത്രത്തിന്റെ അകത്ത് ഇങ്ങനെ ഉപ്പ് കലക്കി കൊടുത്താൽ ശരിയാവും പറഞ്ഞു. അമ്മണിയുണ്ടോ അവിടെ? അമ്മണി എപ്പോഴാ മൂത്രം ഒഴിക്കണ? എന്താ? അമ്മണി അടുത്തല്ല, പശു എപ്പോഴാ മൂത്രം ഒഴിക്കണ? പശു
9:25 ഒരു സമയം. ഏ? ഇനിയിപ്പോ ഒരു 10:15 ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ പശു ടൈം ടേബിൾ വെച്ചാ മൂത്രം ഒഴിക്കണ? ടൈം ടേബിൾ വേണമെങ്കിൽ പാത്രോട്ട് അതിന്റെ മൂട്ടിൽ പോയി നിക്കടാ. ആ നിക്ക് ആ. ദാ ഇതൂടെ പശുവിന് കൊടുത്തേക്ക്. ആ, ഇങ്ങനെ ശരി. ആ പഴം കൊടുത്താ മൂത്രം ഒഴിക്കായിരിക്കും അല്ലേ? കൊടുത്ത് നോക്ക. ആ കൊടുത്തു നോക്കാം. പഴം കൊടുത്താ പശു മൂത്രം ഒഴിക്കും. അപ്പൊ ചാണകിടാൻ എന്താണാവോ കൊടുക്കുന്നത്? ഗോവിന്ദേട്ടോ നീയെ തൊഴുത്തി പോയി. ഞാൻ പോവന്നാണെന്നേ. എന്താ രണ്ടുപേരും കൂടെ? സാധനങ്ങൾ വേണം. ആ. പച്ചരി വന്നിട്ടുണ്ടോ? ഉണ്ട്. നിനക്ക് എന്തിനാ പശു പഴം? തോല് തിന്നാ പോരെ. ഗോവിന്ദേട്ടന് അമ്മനെ അടുത്തേക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. എന്നാലും അർഹതപ്പെട്ടവരെ ഓരോരുത്തർക്കും തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തോല് നിനക്ക് പഴം നിൽക്കും. ഇന്നോട്ടോ നല്ല പശു, നല്ല ഐശ്വര്യമുള്ള പശു. തോല്. അയ്യോ വന്ന കാര്യം മറന്നു. ആ പെണ്ണ് പോയെന്ന് നോക്കണ്ടേ? അമ്മനമ്മേ, അമ്മനമ്മേ, അമ്മനമ്മേ. അമ്മമ്മ വളപ്പില. അപ്പൊ പോയില്ലല്ലേ? വളപ്പിലെന്താ? പുല്ലരിയാൻ പോയതാ. എന്താ വേണ്ടേ? ഇത്തിരി മൂത്രം വേണമായിരുന്നേ. ഗോമൂത്രം. പശുവിനോട് ചോദിച്ചോളൂ. ആ പശുവിനോട് ചോദിച്ചപ്പോ പശു പോയോ? എന്തൊരു വിശപ്പിങ്ങനെ. രണ്ടു പഴം നിന്നാണല്ലോ. ഇവിടെ ചക്കയും മാങ്ങൊന്നുമില്ലേ? പാൽ കുടിച്ചാലോ? തൊണ്ട വരൾന്ന് വെള്ളം തായ്ക്ക് വിശന്നിട്ട് വയ്യ. അതെ വിശന്നിട്ട്. പന്ത്രണ്ടാമത്തെ ബിരിയാണി പൊതി ഓപ്പൺ ചെയ്തു. വിശപ്പ് പറഞ്ഞില്ല. വേണ്ട. നിനക്ക് വേണ്ടല്ല? അല്ല വേണമെങ്കിൽ ഇനി മേടിച്ചിട്ട് വേണം. എന്തായി? എന്താവാനായിട്ട്? തിന്നിട്ടും വിശപ്പ് പറഞ്ഞില്ല. എന്ത് പണ്ടാരോണാവാ. എന്റെ ബലമായ സംശയം ഫുഡ് പോയിസൺ ആണോ എന്നാണ്. അതല്ല ചോദിച്ചത്. പിന്നെ അന്വേഷിച്ചോ? എന്ത്? മീനാക്ഷി. ആ അവള് അമ്മയാണ്. എന്ത്? അവള് അവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? നമ്മുടെ പശുവിന്റെ കൂടെ. ഇത്? നമ്മുടെ അമ്മണിയടുത്തിന്റെ കൂടെ. പപ്പടി, 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 പപ്പടി. ഒരു വിളക്കേം കൊണ്ടുവരും അമ്മണിയെ. ഇപ്പൊ കൊണ്ടുവരാം. ഈ വിളക്കം കൊണ്ടു കൊടുത്ത കുട്ടിയെ വല്ലതും കഴിക്കാൻ നോക്കിയിരിക്കുക കറണ്ട് കെട്ടിയ. ചവിടുന്നു. ഒന്ന് വേഗം കൊണ്ടുവരും മോളെ. ഇതിനകത്ത് പ്രാണികൾ വല്ലതും വീണ് കിടപ്പുണ്ടോ നോക്ക്. അതിട്ടൊക്കെ ഒന്നും തിന്നാൻ കൊടുത്തില്ലേ മോളെ? ഇല്ലാന്ന് തോന്നുന്നു. കറണ്ട് വന്നിട്ട് ബൈക്കിൽ എടുത്തിട്ട് കൊടുക്ക. ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാം. ആ വിളക്ക് വേണ്ടേ? വേണ്ട മുത്തശ്ശ, നിലാവുണ്ട്. ഓ മീനാക്ഷി. ആരാ? അയ്യോ എന്തിനിപ്പോ വന്നത്? ഒന്ന് കാണാൻ. അയ്യോ എനിക്ക് പേടിയാവണു. മുത്തശ്ശൻ കണ്ട് വഴക്ക് പറയും. ഇവിടുന്ന് വേഗം പോയിക്കോളൂ. അയ്യോ ഇവിടുന്ന് പോ. പോവാൻ. ഇല്ലെങ്കിൽ എനിക്ക് അടി കിട്ടും. മറക്കരുത്. കൈ കഴുകാൻ കുറച്ച് വെള്ളം അമ്മണിയെ. മുത്തശ്ശൻ.
രണ്ടുപേരും മരിച്ചുവല്ലോ. ആരാത്? അത് വിവാഹ ഫോട്ടോയാടോ. കണ്ണട വാങ്ങാൻ ടൗൺ വരെ പോണല്ലോ. ബസ് വരുവാവോ? ആ ബസ് വന്നു. ആളുണ്ട്. അത് ബസ്സല്ല, കാറാ. കണ്ണും കാണുകയല്ല. കാറോ? ആരുടെ കാറ്? എന്തായാലും രാഘവന്റെ സമയം തീർന്നു. അതെ അതെ. രാഘവൻ കാർ വാങ്ങിയോ? രാഘവൻ അല്ലടോ, അയാളുടെ മുതലാളി വന്നതാ. ആ മിസ്റ്റർ രാഘവൻ, ഹൗ ആർ യു? എന്തോ സുഖമാണോന്ന്? ആ സുഖമാ. ഓർമ്മയുള്ളതുകൊണ്ട് ലഗേജ് വെച്ചില്ല. ഇപ്പൊ കേൾക്കാമോ? കേക്കാം നല്ലവണ്ണം കേക്കാം. ഓക്കെ, ഇതെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഓ ഷെയ്ഖ് അബ്ദുൾ ബഷീർ, ബിസിനസ് പാർട്ണർ കൂടിയാണ്. ആ, ഇത് മിസ്റ്റർ ബാലു, എന്റെ ഇവിടുത്തെ മാനേജറാണ്. ആഹാ. കൈഫ് ബിൽഡിംഗ്, ജെയിൻ. അനഹബ് കോയ്സ്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാണ്? അതെ, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് സാറേ. ഓ കൃഷിയൊക്കെ ധാരാളം ഉണ്ട്. ഗുഡ്. انا يمشي. ഫദൽ അഖിൽ. لا لا الحين تاخير واجب. 6 മണിക്ക് മുന്നേ എത്തണ്ടല്ലേ? നിങ്ങൾ പൊയ്ക്കോളൂ ബാലു. ശരി സാർ. പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ മിസ്റ്റർ രാഘവനോടുണ്ട്. ഏത് ഫോൺ കോൾ വന്നാലും ഡീറ്റെയിൽസ് അറിഞ്ഞ് വേണ്ടി വന്നാൽ മാത്രം എന്റെ സെൽ നമ്പർ കൊടുത്താൽ മതി. ശരി. പിന്നെ മാത്യുവിനോട് പറഞ്ഞിട്ട് എന്റെ 2 പഴയ വണ്ടി അവിടെ ഉണ്ട്, അതിങ്ങോട്ട് അയക്കാൻ പറയണം. ഓക്കെ സാർ. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ, زين يا إسحاق، إن شاء الله في نشوف مرة ثانية. ഇൻഷാല്ലാ. ഓ വന്നാട്ടെ. അല്ല മുതലാളി, ഈ അറബിയും ചികിത്സയ്ക്ക് വന്നാണോ? ഏയ്, നമ്മുടെ ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാമെന്നാ. അല്ല, നടക്കുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ടേ ചെറുപ്പത്തിൽ ഉള്ളതാണോ? നോ, ഒരു കാർ ആക്സിഡന്റ് പറ്റിയതാ. ഓ ഓ, ഓ, 6 മാസക്കാലം ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഓ. അപ്പോഴാണ് ഈ ഇന്റർനെറ്റ് വഴി അതാരാ? കമ്പ്യൂട്ടർ അങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതും വാങ്ങിക്കുന്നതും പറ്റും. ഇപ്പൊ ഫിസിക്കലി ആം ഓക്കെ, ബട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഓ, പിന്നെ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് നോക്കാനാണ് 2 മാസത്തെ ഈ വരവ്. ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ആയുർ മഠത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അല്ല, അപ്പൊ പിന്നെ കഴിക്കാൻ എന്തൊക്കെയാ വേണ്ടത്? എന്തൊക്കെ അറിയാം? ഇന്ത്യൻ ഭക്ഷണം എല്ലാം അറിയാം. ചൈനീസും അത്യാവശ്യമൊക്കെ വശമാണ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പക്ഷേ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും വേണ്ട. നമുക്കിവിടെ നല്ല നാടൻ കുത്തിരിയുടെ കഞ്ഞിയും ഈ തേങ്ങാ ചമ്മന്തിയും മുളക് ചുട്ടരച്ചതും പിന്നെ കടുമാങ്ങാച്ചാറും അങ്ങനെയൊക്കെ മതി. അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ? അതെ 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 അതെ. ബാത്റൂം എവിടെയാ? ദാ അവിടെ. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവൂടോ. എന്താ മിസ്റ്റർ നായർ ആലോചിക്കണേ? ഒന്നുമില്ല. ബെഡ്റൂം എവിടെയാ? മേലില്ല. താങ്ക് യു. ഇതിപ്പോ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് അരപ്പട്ടിണിയാവോ എന്റെ ഈശ്വര. ഇതെന്ത് മുതലാളിയാ? കഞ്ഞിയാത്ര.